ജയ് വിളിക്കുകയാണ്, മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെയാണ് കാരിച്ചാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ചുണ്ടൻ വള്ളമാണ് കാരിച്ചാൽ. ഏറ്റവും തവണ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാൽ, ആ നെഹ്റു ട്രോഫി നേടിയ കാരിച്ചാലിൽ സ്വന്തം കരയുടെ കരുത്തിൽ ഇപ്പോൾ തുഴയെറിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഒരു 4:15 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടെങ്കിലും ഫിനിഷ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതിശക്തമായ തുഴച്ചിലാണ് നടക്കുന്നത്. ഒപ്പം ആനാരിയും അടക്കമുള്ള ചുണ്ടൻ വള്ളങ്ങളുണ്ട്, ശ്രീവിനായകനുണ്ട്, അതോടൊപ്പം തന്നെ വെള്ളം കുളങ്ങരയുണ്ട്. ഈ 4 ചുണ്ടൻ വള്ളങ്ങളിൽ ആരാവും ആദ്യമെത്തുക, അതിലുപരി ആരാവും സമയത്തിന്റെ റെക്കോർഡ് ഇടുക എന്നീ അനവധി ചോദ്യങ്ങളാണ്. കണ്ണെത്തും ദൂരത്തേക്ക് മത്സരമെത്തുകയാണ്. ഉന്നവടെ കായലിലെ ഓളപ്പരത്തിലേക്ക് കീറി മുറിച്ചുകൊണ്ട് 4 കളിവള്ളങ്ങൾ ഇതാ ഇവിടേക്ക് എത്തുന്നു. ഇരു കരകളും ആവേശം തിങ്ങി നിറയ്ക്കുന്നു. വലിയൊരു പോരാട്ടം, ഇന്ത്യയോടിന്റെ പോരാട്ടം. അത് തന്നെയല്ലേ ഇവിടെ കാണുന്നത്. ഇതിന്റെ പാതി ദൂരം പിന്നിടുമ്പോൾ ശക്തമായ മഴയും പെയ്യുകയാണ്. ആ മഴയിലും ഒരു തെല്ലും തണുക്കാത്ത ആവേശമായി കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങളും നല്ല ചുണ്ടൻ വള്ളങ്ങളാണ്. അതോടൊപ്പം തന്നെ നല്ല ടീമുകൾ തുഴയുന്നു. എന്നാൽ ഏറ്റവും ശക്തമായ തുഴച്ചിൽ കാരിച്ചാൽ ചുണ്ടനിൽ തന്നെയാണ്. ഇതിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ളതും കാരിച്ചാൽ ചുണ്ടനാണ്. കാരിച്ചാൽ ചുണ്ടൻ ഇത് വേഗതയുടെ റെക്കോർഡ് തിരുത്തി കുറിക്കുമോ എന്ന കാര്യമാണ് നമുക്കറിയേണ്ടത്. എന്ത് തന്നെയായാലും വലിയ ആവേശം. ഇതിന്റെ പാതി ദൂരം പിന്നിട്ടതോടെ ഇരു കരകളിൽ നിന്നും ആർപ്പുവിളികൾ ഉയരുകയാണ്. ആ ആർപ്പുവിളികൾ തന്നെയാണ് ഈ വള്ളംകളിയുടെ കാരിച്ചാൽ തന്നെ കുതിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്തും ആവേശത്തിനൊട്ടും കുറവ് വരുത്താതെ കാരിച്ചാൽ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് അടനയുമ്പ് ഉയർത്തി ആ മുഴുവൻ പോരാളികളും ഒരു യുദ്ധക്കളത്തിൽ എന്ന പോലെ ആ ആവേശ പോരാട്ടത്തിൽ ആ പുന്നമട കായലിനെ കീറി മുറിച്ചുകൊണ്ട് കരിനാഗങ്ങളായി ഇതാ കടന്നു വരുന്നു. കാരിച്ചാൽ തന്നെ മുമ്പിലെത്തുന്നു. കാരിച്ചാൽ ഒന്നാമതെത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. അരുൺ കൊടുങ്ങൂർ കൂടി ചേർന്നു. അരുൺ, കനത്ത മഴയിലും ആവേശത്തിന്റെ ചൂടൊട്ടും ചോരാതെ തന്നെ കാരിച്ചാൽ മുന്നേറുന്നു. പക്ഷെ കാരിച്ചാലിനെ പോലെ തന്നെ മറ്റു ചുണ്ടൻ വള്ളങ്ങളും ഒട്ടും പിന്നിലല്ലാതെ കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ട്രാക്ക് ഒന്നിലേക്ക് നോക്കുമ്പോൾ ആനാരി ചുണ്ടനുണ്ട്, അതേപോലെ തന്നെ വെള്ളം കുളങ്ങരയുണ്ട്, ശ്രീവിനായകനുണ്ട്, കാരിച്ചാലുണ്ട്. കാരിച്ചാൽ തന്നെയാണോ ഇപ്പോഴും ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുന്നത്? അരുൺ കൊടുങ്ങൂർ. എന്തു തന്നെയായാലും ആദ്യ ഹീറ്റ്സ് മത്സരം പൂർത്തിയാക്കി. അതിൽ രണ്ടാം ചുണ്ടൻ തുഴഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ. അതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ കാരിച്ചാൽ ഫിനിഷ് ചെയ്തു എന്ന് തന്നെ പറയാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആവേശം കുറയ്ക്കുന്നതാണ്. ഒപ്പം ചുണ്ടൻ വള്ളൽ ഉണ്ടെങ്കിൽ അവരുടെ വാശി കൂടും, അത് വേഗത കൂട്ടും. ആ രീതിയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അത് അത്തരമൊരു എതിരാളി ഇവിടെ ഉണ്ടായില്ല ഒന്നാം ഹീറ്റ്സിൽ എന്ന് തന്നെ നമുക്ക് പറയാം. വിജയത്തിലേക്ക് ആദ്യ ഹീറ്റ്സ് മത്സരം മാറിയിരിക്കുകയാണ്. വള്ളപ്പാട് അകലയിലേക്കുള്ള ഒരു വലിയ മത്സരം. കാരിച്ചാൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചിരിക്കുന്നു. ഈ വള്ളംകളിയെ നമ്മൾ കൃത്യമായി അവലോകനം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച വള്ളങ്ങളിലൊന്ന്, ഒരുപാട് തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളങ്ങൾ, ആ ഒരു പ്രകടനം തന്നെയല്ല ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് കാരിച്ചാൽ. തീർച്ചയായും അത് 2 വള്ളപ്പാടിലധികം ദൂരം, ഇപ്പോഴും 3ഉം 4ഉം വള്ളങ്ങൾ ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കാരിച്ചാൽ ആ ഹീറ്റ്സിൽ ഏറെ മുന്നിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ശക്തരായ ടീമുകളായിരുന്നില്ല എതിരാളികൾ എന്നതും എടുത്തു പറയണം. ഇതിൽ കാരിച്ചാൽ എത്ര സമയത്താണ് ഫിനിഷ് ചെയ്തത് എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാവും ഫൈനലിലേക്ക് കാരിച്ചാൽ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകം. വേഗതയിൽ ആദ്യ 4-ലെത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ മാത്രമാവും വെള്ളിക്കപ്പിന് ഉള്ള മത്സരത്തിന് യോഗ്യനാവുക. അതുകൊണ്ട് തന്നെ ഇനിയും കാരിച്ചാലിന്റെ സമയം അത് കൃത്യത ഉണ്ടാവും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വിനോദ്. ഒന്നാം ഹീറ്റ്സിന്റെ മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. നമ്മുടെ കാഴ്ചയിൽ കാരിച്ചാൽ ചുണ്ടൻ തന്നെ ഒന്നാമത് ഫിനിഷ് ചെയ്തു. വള്ളപ്പാടകലെ കാരിച്ചാൽ ചുണ്ടൻ ഫിനിഷ് ചെയ്തു എന്നുള്ള കാഴ്ച വിശേഷമാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നാൽ മാത്രമേ അത് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ നമ്മളുടെ ക്യാമറ ദൃശ്യങ്ങളിൽ കാരിച്ചാൽ ചുണ്ടൻ തന്നെ വള്ളപ്പാടകലെ ഒന്നാമതെത്തി എന്നുള്ള വാർത്ത തന്നെ പങ്കുവെക്കേണ്ടി വരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
ട്രാക്ക് 1 ആനാരി ചുണ്ടനും ട്രാക്ക് 2 വെള്ളംകുളങ്ങരയും ട്രാക്ക് 3 ശ്രീവിനായകൻ മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബും 4ാമത്തെ ട്രാക്കിലായിരുന്നു കാരിച്ചാൽ KCBC തുഴഞ്ഞത്. കാരിച്ചാൽ നിരവധി തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ ചുണ്ടനാണ്. ആവേശമൊട്ടും ചോരാതെ ഇത്തവണയും നെഹ്റു ട്രോഫി പിടിച്ചടക്കാനുള്ള വലിയ പോരാട്ടത്തിൽ തന്നെ ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ 4ാം ട്രാക്കിലുണ്ടായിരുന്ന കാരിച്ചാൽ വള്ളപ്പാടകലെ ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക പ്രഖ്യാപനം. അല്പസമയത്തിനകം വരും. ഈ ഹീറ്റ്സുകളിൽ 4-5 ഹീറ്റ്സുകൾ ഉണ്ടാകും. ഇത്രയും ഹീറ്റ്സുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ വിജയിക്കുന്നവർ തമ്മിലാണ് വീണ്ടും ഫൈനൽ മത്സരം നടക്കുക. ഫൈനൽ മത്സരത്തിൽ നിന്നാകും നെഹ്റു ട്രോഫി ആർക്ക് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ആദ്യത്തെ ഹീറ്റ്സിൽ കാരിച്ചാൽ ഒന്നാമതെത്തി എന്ന് നമുക്ക് ഈ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഔദ്യോഗിക അറിയിപ്പ് ആണ് ഇനിയും വരേണ്ടതുള്ളത്. ഇനിയും ഹീറ്റ്സ് 2ന്റെ മത്സരം നടക്കുന്നു. കരുവാറ്റ KCBC ആണ് ട്രാക്ക് 1. ട്രാക്ക് 2 ചെറുതന പുത്തൻ ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ് അതിൽ തുഴയുന്നത്. ട്രാക്ക് 3 നടുവിലെ പറമ്പിൽ ഇമാനുവൽ ബോട്ട് ക്ലബ്ബ്. ട്രാക്ക് 4 പായിപ്പാട് ബോട്ട് ക്ലബ്ബ്. അതേപോലെ തന്നെ എന്നീ വള്ളങ്ങളാണ് ഹീറ്റ്സ് 2ൽ മത്സരിക്കുക. ഇത് 4 വള്ളങ്ങൾ കരുവാറ്റ, ചെറുതന, നടുവിലെ പറമ്പിൽ, പായിപ്പാട് എന്നിങ്ങനെ കരുത്തുള്ള 4 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നു. ഇതിൽ വിജയിക്കുന്നവരും ഫൈനൽ മത്സരത്തിലേക്ക് കടക്കും. ഫൈനൽ മത്സരത്തിൽ ഹീറ്റ്സുകളിൽ വിജയിക്കുന്നവരാണ് ഫൈനൽ മത്സരത്തിലേക്ക് എത്തുക. 6 ഹീറ്റ്സ് മത്സരങ്ങളാണ് പൊതുവെ ഉള്ളത്. ഈ 6 ഹീറ്റ്സ് മത്സരങ്ങളിൽ വിജയിക്കുന്നവർ തമ്മിലാണ് ഫൈനൽ മത്സരം നടക്കുക. ആദ്യത്തെ ഹീറ്റ്സ് മത്സരത്തിൽ നമ്മൾ ഇപ്പോൾ കാരിച്ചാൽ ചുണ്ടൻ വിജയിച്ച കാഴ്ച കണ്ടു. അതിന്റെ പ്രഖ്യാപനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അരുൺ കൊടുങ്ങൂറും അതേപോലെ തന്നെ സുധീഷ് ഗോപാലും ചേർന്നു. സുധീഷ്, അരുൺ കൊടുങ്ങൂർ, 2ാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയല്ലേ?